അസ്സലാമു അലൈക്കും. എസ്.ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സൗഖ്യമാണല്ലോ. ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് കേക്കായാലോ. ഇന്നൊരു പൊളി പോപ്പുലാരിറ്റി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനമാണ് ഞങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഞാനിവിടെ 3 കപ്പ് 250 ml 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് അരിച്ചെടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നെസ്കോഫി പൗഡറാണ്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടീസ്പൂൺ വനീല പൗഡറാണ്. കണ്ടല്ലോ, 5 ഗ്രാമാണ് വനീല പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. അത് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ 2 കപ്പ് 250 ml 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അര കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നോക്കി, അതിനകത്തോട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. പഞ്ചസാര ഞാൻ അതിനകത്ത് ആഡ് ചെയ്തു. നോക്കിക്കാണി, പാല്, പഞ്ചസാര, ഓയില്, 3 മുട്ട. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുന്നു. ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇതങ്ങോട്ട് എല്ലാം കൂടി ഒഴിച്ച് ഇതിനകത്തോട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നോക്കി, ഇത് ഞാൻ പോയി ബ്ലെൻഡ് ചെയ്ത് കൊണ്ട് വരട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കാം. ബിസ്മില്ലാ. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടി അരിച്ച് വെച്ചതാ, എല്ലാ കേക്കിന് അരിച്ച് വെച്ച സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇനി നമ്മൾ അടിച്ചു കൊണ്ട് വന്നത് മുട്ട എല്ലാം കൂടി ഇതിനകത്തോട്ട് വീഴ്ത്തി നമുക്കൊന്ന് ഇളക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ അതിനകത്തോട്ടെല്ലാം വീഴ്ത്തിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കാം. കുറച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ നോക്കിക്കേ, മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ഗ്ലാസ് നോക്കിക്കാണി, 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. കണ്ടല്ലോ നിങ്ങൾ, നല്ല ചൂടുവെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ചോക്ലേറ്റ് കേക്കിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നോക്കിക്കാണി, നിങ്ങൾ കണ്ടല്ലോ, ഇത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇവിടെ നല്ലതുപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, പൊളി പൊപ്പളാപ്പി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നല്ല അടിപൊളി പൊപ്പളാപ്പി ആയ മക്കളെ. ഇനി ഇതേമാതിരി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. നോക്കിക്കാണി, ഇതേമാതിരി ഞാനൊരു ട്രേ എടുത്ത് ആ ട്രേയിലോട്ടൊന്ന് നമുക്ക് വീഴ്ത്തി വയ്ക്കാം. ഈ കേക്ക് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇടണം. ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇട്ട് ചൂടായതിന് ശേഷമേ നിങ്ങൾ കേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓവനിൽ വെക്കാവൂ. എന്ത് സാധനം ഉണ്ടാക്കിയാലും ഓവൻ ചൂടാക്കി ഇടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. നല്ല അടിപൊളിയായ കേക്കിൻ്റെ ബാറ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി ഇവിടെ ഉണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. എപ്പോഴും നമ്മൾ എന്ത് കേക്ക് ഇങ്ങനെ ഒഴിച്ചാലും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കണം. ഞാൻ നോക്കിക്കാണി, ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നോക്കിക്കാണി, മിൽക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ചെറിയ ചിപ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് പൊട്ടിച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, നിങ്ങൾ കാണാമല്ലോ. ബിസ്മില്ലാ.
കഴിക്കാൻ സൂപ്പറാണ് സഹോദരങ്ങളെ, പൊളി കൊപ്ലാപ്പിയാണ് സഹോദരങ്ങളെ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ചോക്ലേറ്റ് നല്ലതായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് കണ്ടല്ലോ നിങ്ങൾ. ചോക്ലേറ്റ് ചിപ്സ് ഞാൻ കൊടുത്ത് ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് നേരെ ഓവനിലേക്ക് പോവാം. ഓവൻ ഞാൻ ഫ്രീ ഹീറ്റാക്കി ഇട്ടേക്കാണ്. നിങ്ങളെപ്പോഴും ഫ്രീ ഹീറ്റാക്കി ഇടണം. ഇത് 180 ഡിഗ്രി ചൂടിലും 30 മിനിറ്റ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഓവൻ ചൂടാക്കി കിടക്കുകയാണ് കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടല്ലോ, ഞാൻ ഓവനിൽ വെച്ച് കൊടുത്ത് 30 മിനിറ്റാണ് ടൈം. 180 ഡിഗ്രി ചൂടിലുമാണ്. നോക്കിക്കാണി, നമ്മൾ ഓവനിൽ വെച്ച കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങളിത്. മാഷാ അല്ലാ, നോക്കിക്കാണി. ഇത് വെറും 30 മിനിറ്റും 180 ഡിഗ്രി ചൂടുമാണ്. 30 മിനിറ്റേ വയ്ക്കാവൂ. നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായി. എന്താ സോഫ്റ്റ് എന്നറിയാമോ? അതാ തൊട്ട് വയ്ക്കാൻ. മാഷാ അല്ലാ, എന്താ സോഫ്റ്റ്. ഇത് അത്ര സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കണ്ടല്ലോ നിങ്ങൾ. നോക്കിയും ചോക്ലേറ്റ് കട്ട് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു ഇതറിയണമെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങൾ ഈ കേക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.